നാസയുടെ സ്പേസ് എക്സ് ക്രൂ 11 ദൗത്യസംഘം അടിയന്തരമായി ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുന്നു. ബഹിരാകാശ സഞ്ചാരിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായതിനെ തുടർന്നാണ് അടിയന്തര മടക്കം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:11 പേടകം കടലിൽ ഇറങ്ങും. അൺഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി നടന്നു. ആതിര സാരസ്വത് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ആതിര, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് അൺഡോക്കിംഗ് വളരെ വിജയകരമായി പൂർത്തിയാക്കുക എന്നത് തന്നെയാണ്. ഇനി ഈ ഭൂമിയിലേക്ക് എത്തുമ്പോഴുള്ള കാത്തിരിപ്പ് എന്തായാലും ഒരു അസാധാരണമായ സാഹചര്യം. അതെ, തീർച്ചയായും രജീഷ്, ഒരു അസാധാരണമായ സംഭവമായി തന്നെയാണ് ഇത് വിലയിരുത്തുന്നത്. എല്ലാവരും ആകാംക്ഷയോടെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംഭവമായിട്ടും ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഉച്ചയ്ക്ക് 2:11 കാലിഫോർണിയ തീരത്തോടുള്ള കടലിൽ ഡ്രാഗൺ പേടകം വന്നിറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൺലോക്കിംഗ് പ്രക്രിയ പുലർച്ചെ 3:30 പൂർത്തിയായി. ഇപ്പോൾ ഈ ഭൂമിയിലേക്കുള്ള യാത്രയിലാണ്. 10.5 മണിക്കൂർ എടുത്താണ് ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് എത്തുന്നത്. 4-അംഗ 11 ക്രൂസ് സംഘമാണ് ഈ പേടകത്തിനകത്തുള്ളത്. നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സീന കാഡ്മാൻ, മൈക്കൽ ഫിൻഗെ, ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയിലെ കിമിയ യുയി, അതുപോലെ തന്നെ ഒലെഗ് പ്ലാറ്റനോർ എന്നിവരടങ്ങിയതാണ് ഈ ക്രൂസ് സംഘം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഒരാൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ജനുവരി 7 ഇവർ ഒരു സ്പേസ് വാക്ക് നടത്തേണ്ടതായിരുന്നു. ഇത് നടക്കാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ജനുവരി 8 പുറത്തു വരുന്നത്. അതിനുശേഷമാണ് ഈ സംഘം 165 ദിവസം ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ച ശേഷം മടങ്ങി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ ഭൂമിയിലേക്കുള്ള യാത്രയിലാണ് ഈ പേടകം എന്നാണ് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം. 2:11 കാലിഫോർണിയ തീരത്തെ കടലിറങ്ങും. അതിനുശേഷം പ്രത്യേകം ബോട്ടുകൾ വന്ന ഈ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതരായി മാറ്റുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആർക്കാണ് ഈ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെന്ന് പുറത്തുവിട്ടിട്ടില്ല രുജീഷ്.